പല ആൾക്കാരും കൃപയിൽ പുരോഗമിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിനേക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നൽകുന്നതിലൂടെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 98% ആൾക്കാരും ഇതിൻ്റെ ഒരു വലയിലാണ് ശരിക്കും. ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പകുതി വേറെ ആരുടെ വായിലാണ്. അതാണ് വിഷയം. അത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. അല്ല നിങ്ങളെ ഇങ്ങനെ കുറച്ച് ഇപ്പം എന്താ പ്രശ്നം? ഇപ്പോൾ ഈ ആഷ്ലിയുടെ സാക്ഷ്യം നോക്കിയത്, നമ്മൾ സാക്ഷ്യമാണല്ലോ പരിശോധിച്ചത്. ആഷ്ലി എന്താ പറഞ്ഞത്? ഐ ഹാവ് നോ സപ്പോർട്ടേഴ്സ്. എനിക്കിവിടെ വരാൻ പോലും അറിയത്തില്ല. ഞാനൊരു പെട്ടെന്ന് കൊച്ച്, അവൾ കൊച്ചാണേ, അത്രയും വലിയ എന്നല്ല, അവൾ ഒരു ബേസിക് കാര്യത്തിലാണ്. പക്ഷേ നീലഗിരിയിൽ നിന്ന് വരണം, ബോർഡറിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കും. മാതാവിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ വന്ന് അമ്മയെല്ലാം ശരിയാക്കുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയുന്നത്. നിനക്കുള്ള ഊണ് അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാര്യം പക്ഷേ അപ്പോൾ വരണേ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഒറ്റയ്ക്ക് വരണം, അവിടുന്ന് വരണം, ആരെങ്കിലും കൂട്ട് കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പാവം എന്തൊരു ഒരു മാസത്തിനുള്ളിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്താ സംഭവം? ഉടമ്പടി എടുക്കുമ്പോൾ എന്താ? അവർക്ക് ഒയിറ്റ് എഴുതണം, വിദേശത്ത് പോയി ജോലി ചെയ്യണം. അതാണ് അവിടെ പ്രശ്നം. അതിന് അവർക്ക് ഡിമെൻസ് കുറേ ഉണ്ട്. എല്ലാം മലയാളം മീഡിയമാണ്. അത് കാരണം ഒരു മൊഡ്യൂൾസിന് കരകയറാൻ രക്ഷയില്ല. സ്പീക്കിംഗ് കിട്ടത്തില്ല, അതുപോലെ തന്നെ റൈറ്റിംഗ് കിട്ടത്തില്ല, പിന്നെ ഹിയറിങ്ങും ഒക്കെ എല്ലാം പോകും, റീഡിങ്ങും ഒക്കെ പോകും. അപ്പോൾ എങ്കിലും അമ്മ എന്നെ സഹായിക്കും, അതാണ് അവളുടെ വിഷയം. അവളത് മനസ്സിൽ പറയുന്നുണ്ട്, അമ്മ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കാര്യം ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. യാക്കോബീസ് ആണെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും അമ്മയോടാണ് കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെൻ്റെ അമ്മയെ വിളിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് കക്ഷി ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പോകും. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൾ ഉടനെ അവിടെ ലെവല് എഡ്യൂക്കേഷൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബേസിക്സ് എല്ലാം പോയിരിക്കല്ലേ. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ കണക്കിന് അടികൊണ്ടിട്ടുണ്ട്. എന്താ കാര്യം? 6ാം ക്ലാസ്സിലെ കണക്ക് ഞാൻ പല ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. ബേസിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് കണക്ക് അടിമേടിച്ചത്. പിന്നെ ആ സാറ് 2 കൊല്ലം 3 കൊല്ലം പഠിപ്പിച്ചതാണ് കറക്റ്റ് ഞങ്ങളെല്ലാവരെയും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബേസിക്സ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയെന്ന് നമ്മളോട് നമ്മുടെ ഒപ്പോണൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബേസിക്സ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. എല്ലാം പോയെന്ന് തീരുമാനിക്കണം ആരാണ്? വഴിയെ പോണ ആൾക്കാർ, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരാണോ? എല്ലാം പോയോ പോയില്ലെന്ന് തീരുമാനിക്കുന്നത് നിന്റെ കർത്താവ് മാത്രമാണ്. കൈയടിച്ച് കർത്താവ് എന്നിട്ട് ഇവളുടെ കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇവർക്ക് കുറച്ച് നോട്ട് കൊടുക്കും. കാര്യം പുള്ളിക്കാർക്ക് മെറിറ്റില്ലല്ലോ. മെറിറ്റില്ല, പിന്നെ എന്താ ഉള്ളത്? ഗ്രേസ് അല്ലേ ഉള്ളൂ, കൃപയല്ലേ ഉള്ളൂ, യോഗ്യതയില്ല. പിന്നെ ഉള്ള എന്താ? കൃപയാണ്. കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കണം. അതിന് ഇവൾ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൃപാസന പത്രം മേടിച്ചിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അത് എല്ലാവർക്കും വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ ഫുൾ ആൻഡ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളെ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും ഒരു വേണമെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെ ആർക്കെങ്കിലും കൊണ്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ട് ഓരോ സാനിറ്റേഷൻ പോരുകയല്ലേ, അങ്ങനെ ഒന്നും വർക്ക് ചെയ്താൽ ദൈവത്തിനറിയാം. ഇത് നീ ഒന്നാമത്തിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യണ പല കാര്യങ്ങളും, പല സൽപ്രവൃത്തികളും അതിൻ്റെ വേണ്ടത്തെ മാർക്ക് കിട്ടാത്തതിൻ്റെ കാര്യം അതിന് മരിയൻ മാർക്കിങ്ങിലേക്ക് വരാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? നിങ്ങളൊത്തിരി സൽപ്രവൃത്തി ചെയ്യുന്നില്ലേ? പക്ഷേ അതിനൊന്ന് ചില സൽപ്രവൃത്തിക്ക് വേണ്ട. ഇപ്പം നമ്മളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരം എഴുതുമ്പോൾ ചില സാറുമാരെ നമ്മൾ എത്ര കിണ്ണം കാഴ്ചയായിട്ട് എഴുതിയാലും ശരി 10 മാർക്ക് ഉണ്ടെങ്കിൽ 6 മാർക്ക് തരത്തുള്ളൂ. 7 മാർക്ക് തരാത്തതിന് അവർക്ക് കൈവറക്കും ഉടനെ. അവരുടെ രീതി അതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്ര സൽപ്രവൃത്തികൾ ഭംഗിയായിട്ടൊക്കെ ചെയ്താലും അതൊരു മരിയൻ മാർക്ക് അതിന് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ രോഗികളെ കണ്ടു, അല്ലെങ്കിൽ രോഗികളെ കുടുംബത്തിൽ ചെന്ന് അപ്പൂപ്പനെ കുളിപ്പിച്ചു, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചു, ആശുപത്രിക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് പൈസ, പഠിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒത്തിരി സൽപ്രവൃത്തി നമുക്ക് ചെയ്യാം. പക്ഷേ അതിനൊരു മരിയൻ മെഷർമെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യുന്നതെന്നല്ല പ്രശ്നം, എന്ത് മനോഭാവം കീപ്പ് ചെയ്യുമ്പോഴേ. ഉടമ്പടി എടുത്തല്ല, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, എന്നാൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം നമുക്ക്. അതിന് സാങ്കേതികം എന്നാണ് പറയണത്. സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി ചെയ്താൽ ചിലപ്പോൾ 10 5 മാർക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന 10 9 മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിയൻ മാർക്കിങ്സിൽ മരിയൻ മെഷർമെൻറ്റിൽ ചെയ്യണം. മരിയൻ മെഷർമെൻറ്റ് എന്താണ്? ഒരു സൽപ്രവൃത്തി ഉടമ്പടി വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട മരിയൻ മെഷറാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? മെഷർമെൻറ്റ് പല കാര്യങ്ങളില്ലേ. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ അളക്കുന്നെങ്കിൽ തെർമോമീറ്റർ ഇല്ലേ, അപ്പോൾ കാലാവസ്ഥയൊക്കെ അളക്കുന്ന സിസ്മോമീറ്റർ. ഇങ്ങനെ ഓരോരോ അവസ്ഥകൾക്ക് വ്യത്യസ്തമായ അളവുകോലാണ് ഉള്ളത്. അവസ്ഥകൾ അളക്കുന്നത് വ്യത്യസ്തമായ അളവുകോല് കൊണ്ടാണ് അല്ലേ. അതിന് ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ അടക്കുന്നത് മരിയൻ മെഷർ ഉപയോഗിച്ചാണ്. മരിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്താ? അത് അമ്മ കൈവരിച്ച മനോഭാവങ്ങളാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകണം. മാതാവിൻ്റെ മനോഭാവം
ഉണ്ടാകുമ്പോഴാണ് അതിന് ഫുൾ മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് സാങ്കേതികമായി പോകും. പറഞ്ഞൊപ്പിച്ച് എണ്ണിയൊപ്പിച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ, എണ്ണിയൊപ്പിച്ച് ചെയ്യാം. ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, മരിയം മെഷർ എന്ന് പറയുന്നത് ഇപ്പോൾ അമ്മയാണ് ഉടമ്പടി പ്രകാരം ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെ വചനം പോലെ എല്ലാം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. മനസ്സിലായില്ല? അത് ഉടമ്പടിയാണേ. ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നത് പറയുന്നത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടാൻ വേണ്ടി അമ്മ ചെയ്തതും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ, അവൻ പറയണ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. ആ അമ്മയുടെ മെഷർമെൻ്റാണ് മരിയം മെഷർ. അതെന്ത് രീതിയിലാണ് അമ്മ അത് സ്വീകരിച്ചത്? അതിൽ നിന്ന് അത് ആ ഉടമ്പടി പ്രകാരം അമ്മയ്ക്ക് എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, അല്ലേ? അജ്ഞാതമായ രാജ്യത്ത് പോയി പെരുവഴി കിടന്ന് പ്രസവിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ന്യൂനമർദ്ദങ്ങൾ, കാലാവസ്ഥയുടെ ആത്മീയ കാലാവസ്ഥയുടെ ന്യൂനമർദ്ദങ്ങളിലൂടെ എല്ലാം അമ്മ കടന്നു പോകുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു മരിയൻ മെഷറുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടനെ രോഗിനെ പോയി കുളിപ്പിച്ച് 2 സോപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടിയച്ചും കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കോരിയിട്ട് ഉടനെ ഇൻ്റർനെറ്റിൽ വിസ വന്നാൽ അടിച്ച് നോക്കിയാൽ പണി തെറ്റിയത് തന്നെ. പല അണ്ണന്മാരും ചേച്ചിമാരും പെങ്ങന്മാരും ചെയ്യണം ഇങ്ങനെയാണ്. ഓരോ പണി ചെയ്യും. ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ വിസ വന്നാൽ നോക്കും. എൻ്റെ മകളെ, എന്ത് പറയാനാണ് നിന്നെക്കുറിച്ച്? ഇങ്ങനെയല്ല ദൈവത്തോട് ഇടപെടേണ്ടത്. ഓരോ കാര്യം ചെയ്തിട്ട് വന്നിട്ട് കമ്പ്യൂട്ടർ നോക്കും. ഓഫർ ലെറ്റർ വന്നാൽ നോക്കും, റിസൾട്ട് വന്നാൽ, സർട്ടിഫിക്കറ്റ് വന്നാൽ നോക്കും. അങ്ങനെ ദൈവത്തിനെ ഭീഷണിപ്പെടുത്തി നോക്കുകയല്ല. നിന്റെ നക്കാപ്പിച്ച കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത്. നിനക്ക് ദൈവം കൃപ തന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൈ കാലം പൊങ്ങാത്ത എത്രയോ മനുഷ്യരുണ്ട്. കൈ കാലം പൊങ്ങുന്നതിന് ആദ്യം ദൈവത്തോട് നന്ദി പറയുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അശ്ലി എന്താ ചെയ്യണമെന്നറിയാവോ? അശ്ലി പിന്നീട് ചെയ്തത് കുറേ നിലഗിരിയിലല്ലേ കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. 2ാമത്തെ വരവിന് കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. തമിഴ് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പക്ഷേ തമിഴ് ഇവർക്ക് അറിയത്തില്ല. ഈ തമിഴ് വിശ്വാസപ്രമാണം ചിലപ്പോൾ എഴുതണമല്ലോ, അത് ആൾക്കാർക്ക് കൊടുക്കണമല്ലോ, അതാണ് രീതി. അതൊക്കെ അറിയത്തില്ല. ആങ്ങളെ കൊണ്ട് കുത്തിയിരുന്നത് തമിഴ് വിശ്വാസപ്രമാണം എഴുതിക്കും. ഓരോ മനുഷ്യന്മാർ ദൈവത്തിൻ്റെ തടുക്കണ രീതി പറഞ്ഞു തരികയാണ്. അത് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന നേർച്ച ഇടൽ പരിപാടിയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ നേർച്ചമാർ ഇടയ്ക്കും പോയി അണ്ണന്മാരില്ലേ, അതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ അത് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോയി ജോലി ചെയ്യണം. എന്നിട്ട് എന്താ നമ്മുടെ റിസൾട്ട് ദൈവത്തിന് ഏൽപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം ഇഷ്ടമുള്ള പോലെ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. അല്ല നീ ഇങ്ങനെ നക്കാപ്പിച്ച ഓരോ കാര്യം ചെയ്തും എൻ്റെ ആനക്കാരും ചെയ്തെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദൈവം എനിക്ക് ചെയ്തതെന്ന് ദൈവമായിട്ട് ബാർഗൈൻ ചെയ്യണ പരിപാടിയല്ല. അങ്ങനെ ബാർഗൈൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റുന്നത്രയും നമുക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റുമോ? അവർ അമലോത്ഭവയാണ്. കുഞ്ഞുനാൾ മുതൽ ദൈവം എന്ന് പറഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞിട്ട് ഏതാണ്ട് പള്ളി തന്നെയാണ് 12-ാം വയസ്സ് വരെ താമസിച്ചത്. ഈ വചനം മുഴുവനും കേട്ടത് സാമൂലിൻ്റെ അമ്മ പറഞ്ഞ സങ്കീർത്തനങ്ങളാണ് അവർ സ്വത്രഗീതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് അവർ അന്ന് കാണാൻ പഠിച്ചാണ്. അവിടെ അന്ന് ദേവാലയത്തിൽ താമസിച്ച് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ദേവാലയത്തിൽ അമ്മ താമസിച്ചപ്പോൾ ആ ദേവാലയത്തിൽ വായിച്ചു കേട്ട സങ്കീർത്തനങ്ങളെല്ലാം കാണാപ്പാടമാണ് ആളിനെ. അതാണ് സാമൂലിൻ്റെ അമ്മ പറഞ്ഞിരുന്ന ഗർഭം ധരിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് 13 അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ വരുന്നത്. അത്രയും വചനത്തോട് ഫോണ്ടാണ്, വചനത്തിൻ്റെ ദാസിയായിട്ട് ജോലി ചെയ്താണ്. അതാണ് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ അമ്മ പറയുന്ന വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. വചനത്തിൻ്റെ മുമ്പിൽ മകളും മകനും ആകാൻ പറ്റത്തില്ല. നമുക്ക് ദാസനും ദാസിയുമാകാൻ പറ്റത്തുള്ളൂ. ലോകത്തോട് പറയുന്നത് അമ്മയാണ്. കൈയിട്ടിച്ച് കർത്താവ് സ്വർഗീയ പുണ്യമേ കൃപാസനത്തിൻ്റെ അമ്മേ സാധവരമാതാവേ വാഗ്ദാന പേടകമേ സ്വർഗീയ പുണ്യമേ കൃപാസനത്തിൻ്റെ അമ്മേ സാധവരമാതാവേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം പരിശുദ്ധാത്മ പറഞ്ഞ എന്താണ്? വചനത്തിന്റെ മുമ്പിൽ മകനും മകളും ആകാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം വചനമാരാണ്? ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മകനും മകളും ആകാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പം ദാസനും ദാസിയുമാകുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദാസനും ദാസിയുടെയും ഫീച്ചർ എന്താണ്? വാട്ട്സ് ദ ഫീച്ചർ ഓഫ് ദി സെർവൻസ്? എന്താണത്?
എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. That is the feature of a servant. Take the word of God. Isaiah 53. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ 53:7. യെശയ്യാ 53:7. അവൻ മർദ്ദിക്കപ്പെടുകയും അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന.